അപ്പോൾ ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ച് വയനാടിനെ ലക്ഷ്യമാക്കി പോവുകയാണ്. ആരെങ്കിലും ഛർദ്ദിക്കുന്നവരുണ്ടോ ഇതില്? ആ വിഷയമേ പറയണ്ട. ഛർദ്ദിക്കണ നമ്മുടെ യാത്രയിൽ ഇനിയിപ്പോൾ ആരുണ്ടെങ്കിലും കൂടിയിട്ട് അതിനെപ്പറ്റി പറയുകയും ചെയ്യരുത്. അപ്പോഴേ അവർക്ക് ആ ഛർദ്ദിക്കണതിനെ പറ്റി ചിന്ത വരും. കാരണം നമ്മൾ ഉണ്ടാതെ അതിനെപ്പറ്റി സൈലൻ്റായി പോകണമെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനെയാണ് യാത്രയിൽ ഛർദ്ദിക്കുന്നവരുണ്ടാവും. ജയമോളെ ഈ ഛർദ്ദിക്കൂടെ ഛർദ്ദിക്കുക വളരെ ആത്മാഭിമാനത്തോടെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ വയനാട് പല യാത്രയും ചെയ്തിട്ടുണ്ട് കുടുംബത്തോടൊന്നിച്ചിട്ട്. പക്ഷേ ഇതൊരു വ്യത്യസ്തമായ യാത്രയാണ്. ഇപ്പോൾ പോണത് ഒരു പുതിയ ബന്ധുവിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. നമുക്ക് യാത്രയിൽ കുടുംബത്തിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ പോകുക മാത്രമല്ല, ആ പ്രദേശത്ത് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ കണ്ട് പോകാമെന്നുള്ളൊരു അഭിപ്രായത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ ടൂറിസ്റ്റ് പ്ലേസ് നമുക്ക് കണ്ട് ആസ്വദിച്ച് ചോദിച്ച് പോകാം. എല്ലാവരും വിശന്നോ? കുറച്ചുകൂടി കേട്ടെ. ഇതേ മേലൊന്ന് കയറിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. എന്താ എൻ്റെ അഭിപ്രായം? നമ്മളെ ഈ ഛർദ്ദിച്ചോ? ഇല്ലല്ലോ. കാണിച്ചിട്ടില്ല ചെയ്യാവോ? അവിടുന്ന് 2.5 കിലോമീറ്റർ ഉള്ളോട്ട് അതിനാത്രം അപ്പൊന്നും നമ്മൾ AC ഫുള്ളാക്കിയിട്ടില്ല. അഞ്ഞ് കത്തിക്കോ. ചുരത്തില് ബ്ലോക്കാണ്, നല്ല ബ്ലോക്ക്. അപ്പോൾ ഈ ബ്ലോക്ക് കഴിഞ്ഞിട്ട് വേണം മേലെത്താൻ. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. സമയം 1:26 നല്ല ചൂടാണ്. കുഴപ്പമില്ല. ചുരത്തിൽ നല്ല തണുപ്പൊക്കെ ഉണ്ടായി വെച്ചിട്ട് വന്നത്. പക്ഷെ താഴത്തായിട്ടാണ് തോന്നുന്നത്, അടിവാരത്തായിട്ടാണ് തോന്നുന്നത്. നല്ല ചൂടുണ്ട്. നല്ല കുറച്ചു നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഓക്സിജനൊക്കെ ശ്വസിച്ചിങ്ങനെ ഇരിക്കുക. ബ്ലോക്ക് ഒരവസ്ഥയെ പറ്റിട്ട് പറയാറ്. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വയനാട് ചുരത്തിൽ നല്ല ബ്ലോക്കാണ്, വളരെ നല്ല ബ്ലോക്കാണ് ചുരത്തിലുള്ളത്. എന്താണെന്നറിയില്ല. ഞങ്ങൾ ഇത് പെട്ടെന്ന് ബ്ലോക്ക് ക്ലിയർ ആവുന്നു. ആകെ അതുങ്ങതായിട്ടുള്ള ആകെ എന്താണ് ട്രാഫിക്കിൽ കുടുങ്ങിയിരിക്കുകയാണ് നമ്മളെല്ലാവരും. നമ്മളെ ട്രാഫിക് കുടുങ്ങിയിരിക്കുകയാണ്. വിശന്ന് ആകെ പൊരിവയിലായിരിക്കുന്നു. വയറാകെ വെത്തിക്കറിയുന്നുണ്ടാവും. ചോളാപ്പരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് എല്ലാവരും. ചോളാപ്പരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. എവിടെ ശരി പൊന്നോടെ പൊന്നു ആകെ വിഷമിച്ച് ആകെ പണ്ടാറമായിരിക്കുന്നു. പണിപ്പാളി ഓയ്. നേരത്തെ ഒട്ടേറെ പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു താമരശ്ശേരി ചുരത്തിൽ ഗതാഗത കുരുക്ക് തുടരുന്ന കാര്യം. നമ്മളിപ്പോൾ ആ സ്ഥിതിക്ക് മാറ്റമുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. അരുൺ പാറക്കൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. മുന്നറിയിപ്പുകളൊന്നും ഈ സ്ഥലത്ത് നൽകുന്നില്ല എന്ന ഒരു പരാതിയുമുണ്ട്. പ്രത്യേകിച്ച് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ, അതുപോലെ ട്രാഫിക് പോലീസൊക്കെ തന്നെ ഈ കൃത്യമായ നിർദ്ദേശങ്ങൾ യാത്രക്കാർക്ക് നൽകുന്നില്ല. അതുകൊണ്ട് ചെറിയ കുട്ടികളും വൃദ്ധരും അടക്കമുള്ള ആളുകൾ, ഈ കാറിലൊക്കെ എത്തിയ ആളുകൾ ചുരത്തിൽ കുടുങ്ങിക്കിടന്നുകൊണ്ട് ഭക്ഷണം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് നിലവിലുള്ളത്. പല യാത്രക്കാരും അത്തരത്തിലുള്ള പരാതികളും
ആശങ്കകളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. 8ാം വളവിൽ ഒരു ലോറി കുടുങ്ങി കടന്നിരുന്നു. അതായിരുന്നു ഈ ഗതാഗത കുരുക്കിന് കാരണമായത്. ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം അല്പസമയം മുമ്പ് ഈ ലോറി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും ഗതാഗത കുരുക്ക് തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. രാത്രിയായി പല സ്ഥലത്തും ലൈറ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ ആശങ്കയിലാണ്. ഉന്മേഷ്. ശരി അരുൺ, താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്കിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ല. ഗതാഗത കുരുക്കിന് കാരണമായ ലോറി അത് 8ാം വളവിൽ കുടുങ്ങിയതാണ്, അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ആ പ്രശ്നത്തിന് ഇപ്പോഴും പരിഹാരമുണ്ടായിട്ടില്ല എന്നാണ് അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താ പാട് ചിക്കൻ കൊണ്ടാട്ടം നാലൊക്കെ മനസ്സിലായില്ലേ ശാരിമളെ മക്കളെ? മനസ്സിലായില്ലേ വിശപ്പിന്റെ വില എന്താന്നുള്ളത്? ആ മനസ്സിലായി, തിന്നോളി. ഇതാണ് വിശപ്പിന്റെ വില കേട്ടോ. വണ്ടി കയറാതെയോ പിന്നെ ഇരുത്തം പിന്നാക്കം. 1.5 മണിക്ക് കയറിയതാണ്. 2ാം വളവ് പോലും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇനിയും ബാക്കി എത്രയോ വളവുകൾ കിടക്കണം. എന്താ സംഭവം എന്നറിയില്ല. 1.5 മണിയായപ്പോൾ ഞങ്ങൾ ചുരം കയറാൻ തുടങ്ങിയതാണ്. വളരെ സാവധാനത്തിലാണ് വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എമർജൻസി കേസൊക്കെ എന്താ ചെയ്യാം. ഇപ്പൊ സമയം 4:51 4:51. 1.5 മണിക്ക് ഇപ്പോൾ 4ാം വളവിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ ആദ്യമായിട്ടാണ്. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഈ വയനാട് ചുരത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. കേട്ടാ അവിടുന്ന് ഒന്നുകൊണ്ട് നീങ്ങിയില്ലേ കുറച്ച്? നടന്നിട്ട് പോയി ഞാൻ രാജേട്ടൻ അൽഹംദുലില്ലാഹ്. അവസാനിച്ചിട്ടില്ല അല്ലേ? ബ്ലോക്ക് തന്നെയാണ്. ബ്ലോക്കാ ബ്ലോക്കാ. അയ്യോ